ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. രാഘവൻ തന്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ സത്യഭാമയോടും സത്യഭാമ അതുപോലെ തന്നെ തന്റെ വിഷമങ്ങൾ രാഘവനോടും പറയുന്നു. രാഘവന്റെ ഏറ്റവും വലിയ വിഷമം തന്റെ വീട് പോയത് തന്നെയാണ്. എന്നാൽ സത്യഭാമയ്ക്ക് അതിനെപ്പറ്റി ഒരു ആശ്വാസ വാക്ക് പറയാനോ അത് തിരിച്ചെടുത്ത് കൊടുക്കാനോ കഴിയില്ല. ഇവരുടെ സംസാരം വിഷ്ണുവും കേൾക്കുന്നുണ്ടായിരുന്നു. സത്യഭാമ പറയുന്നുണ്ട്, എങ്കിലും ഞാൻ പറയുകയാണ്, കാലം ഒരിക്കൽ നമ്മുടെ മുന്നിൽ അത് ചിലപ്പോൾ കൊണ്ടുവയ്ക്കുമായിരിക്കും. പക്ഷെ അതൊരു പ്രതീക്ഷ മാത്രമാണ്. ഒരിക്കലും നടക്കില്ല എന്നറിഞ്ഞിട്ടും മനസ്സിനെ പാകപ്പെടുത്തി മനസ്സിനെ അനുസരിപ്പിച്ച് അടക്കി നിർത്താൻ പറ്റിയൊരു പരീക്ഷണം. ഇനിയുള്ള കാലം തീർക്കാൻ നമുക്ക് ആ ഒരു പരീക്ഷണം ഒരു പ്രതീക്ഷ മാത്രം പോരെ എന്ന് ചോദിക്കുന്നു. വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നു, എങ്ങനെയാ എൻ്റെ ഈശ്വര എൻ്റെ അച്ഛനെയും അമ്മയും അധികാരത്തോടെയും അവകാശത്തോടെയും ആ വീട്ടിൽ കൊണ്ടുപോയി നിർത്തുന്നത്. ശേഷം കാണിക്കുന്നത് നൂറിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. നൂറ് വീട്ടിലിരിക്കുന്ന സമയത്ത് നസീർ അവിടേക്ക് വന്നു. നൂറ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ട് നസീർ പറയുന്നു, നീ ഇവിടെ ഡോക്ടറായിട്ട് വന്നിട്ട് ഇവിടെ ആർക്കും ചികിത്സിക്കേണ്ട ആവശ്യമില്ല. അതിന് ഞാൻ എന്തിനാ പഠിക്കുന്നതെന്ന് ഇക്കയ്ക്ക് അറിയാമോ എന്ന് നൂറ് ചോദിക്കുമ്പോൾ നസീർ പറയുന്നുണ്ട്, നീ ഇനി എന്ത് മലമറിക്കുന്ന പഠിപ്പായാലും ഇവിടെ നിന്റെ പണം കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. എന്നെയും മാമായേക്ക് നോക്കി എന്തെങ്കിലുമൊക്കെ വെച്ചും വിളമ്പി തന്ന് സുഖമായി നമുക്കിവിടെ കഴിഞ്ഞൂടെ? ഈ ഒരു സുഖവും സന്തോഷവും ആഗ്രഹിക്കാത്ത ഏതൊരു പെൺകുട്ടിയായി ഈ ദുനിയാവിലുള്ളത്? 3 നേരവും ഭക്ഷണവും ഇടയ്ക്ക് പുറത്തുള്ള കറക്കവും അത് മതി ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക്. നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്? നസീർക്ക പറയുന്ന രീതിയിൽ പെൺകുട്ടികൾ ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്ന പെൺകുട്ടിയല്ല എന്ന് നൂറ് പറയുന്നു. ഇത് കേട്ടാണ് സുബൈദ അവിടേക്ക് വന്നത്. തുടങ്ങിയോ രണ്ടുപേരും? ഒരല്പം സമയം കിട്ടിയാൽ രണ്ടു കൂടി വഴക്ക് കൂടും അപ്പോൾ തന്നെ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് എങ്ങനെയാ കഴിയുന്നത് എന്ന് സുബൈദ. അതിന് ഞാൻ പറയുന്നത്, ഇവളെ അനുസരിക്കുന്നില്ലല്ലോ. മാമാക്ക് സുഖമായാലും ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് നസീർ പറയുന്നുണ്ട്. ഇവിടെ നേരത്തെയും ഞാനും ബാപ്പച്ചിയും കൂടി തന്നെ അല്ലായിരുന്നോ? എനിക്ക് ബാപ്പച്ചിയും ബാപ്പച്ചിക്കും ഞാനുമായിരുന്നു എന്ന് നൂറ് പറയുമ്പോൾ സുബൈദ പറയുന്നു, ഇനി അങ്ങോട്ട് പറ്റില്ലല്ലോ. നിനക്ക് നിന്റെ കാര്യങ്ങൾ ഇക്കാക്കൊക്കെ ചെയ്യാൻ കഴിയില്ല. അവിടേക്ക് നസീറിന്റെ ബാപ്പ അബൂബക്കർ അവിടേക്ക് വന്നിട്ട് പറയുന്നു, സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഡോക്ടർ പഠനമൊന്നും വേണ്ട, ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം അങ്ങ് നടത്താം. ഇത് കേട്ട് നൂറ് പറയുന്നു, എനിക്ക് പഠിക്കണം, പഠിത്തം കഴിഞ്ഞ് മതി എന്തായാലും. നൂറ് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ അബൂബക്കർ പറയുന്നുണ്ട്, നിക്ക്, ഞങ്ങൾ വീട്ടിലെ പെണ്ണുങ്ങളുടെ അഭിപ്രായം ചോദിക്കാറില്ല. ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നോ അത് അംഗീകരിക്കണം. എന്റെ ഉപ്പ എനിക്ക് വാക്ക് തന്നതാണ്, പഠിത്തം കഴിഞ്ഞിട്ടേ ഉള്ളൂ കല്യാണം എന്ന് നൂറ് പറയുമ്പോൾ സുബൈദ പറയുന്നു, അതൊക്കെ പണ്ട്, ഇപ്പോ ഞങ്ങളല്ലേ കാര്യങ്ങൾ നോക്കുന്നത്. ആര് നോക്കിയാലും ഞാൻ എന്റെ കാര്യമാ പറഞ്ഞതെന്ന് നൂറ്. അങ്ങനെ സ്വന്തം കാര്യം തീരുമാനിക്കാൻ ഇവിടെ പറ്റില്ലെന്നാ പറഞ്ഞതെന്ന് നസീറെ നീ മിണ്ടാതിരിക്കേ, അപ്പോ അവളും മിണ്ടാതിരിക്കുമെന്ന് അബൂബക്കർ. സുബൈർക്ക മിണ്ടാത്ത സ്ഥിതിക്ക് ഇപ്പോൾ സംസാരിക്കാനുള്ള അധികാരം എനിക്കാണ്. അതുകൊണ്ട് ഞാനങ്ങ് തീരുമാനിക്കാൻ പോവുകയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഇനി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ പോവുള്ളൂ. ഇനി ഇതിന്റെ പേരിൽ ഒരു ചർച്ച വേണ്ട എന്നും അബൂബക്കർ പറയുന്നു. ദേഷ്യത്തോടെ നൂറ് നിൽക്കുന്നുണ്ട്, സന്തോഷത്തോടെ നസീറും. ശേഷം കാണിക്കുന്നത് സത്യഭാമയുടെ ആ പഴയ വീട്ടിൽ. രോഹിത് ഒരു ഓട്ടോയിൽ അവിടേക്ക് വരുന്നു. ശ്യാമ ഒരു ഗ്ലാസ് ചായ ഇട്ട് രോഹിത്തിന് കൊടുക്കുന്നുണ്ട്. രോഹിത് എന്തോ സാധനം വാങ്ങിച്ചുകൊണ്ടാണ് അവിടേക്ക് വന്നത്. ശ്യാമ പറയുന്നു, നമ്മൾ എത്ര നാളായല്ലേ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട്. കഴിഞ്ഞത് ഒരു ദുസ്വപ്നം പോലെ മറക്കാൻ നമ്മുടെ ഓർമ്മയിൽ പോലും വരാത്ത രീതിയിൽ അതൊക്കെ നമുക്ക് അകറ്റി നിർത്താം. എന്നിട്ട് നമുക്കൊന്ന് ജീവിച്ചു തുടങ്ങാം. ഇപ്പോ സമാധാനത്തോടെയും ഒരു സ്നേഹത്തോടെയും ഒക്കെ തന്നെയാണ് രോഹിത് ശ്യാമയോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും. തൊട്ടരികിലിരിക്കുകയാണ് ശ്യാമ രോഹിത്തിനോട് സ്നേഹത്തോടെ പറയുന്നു, രോഹിത്തെ, എനിക്ക് ഇതിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണെന്ന് നമ്മുടെ മനസ്സിനെ തന്നെ നമുക്കൊന്ന് പറഞ്ഞു പഠിപ്പിക്കാം. ഇല്ലെങ്കിൽ ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയാലോ? ഇരിക്കട്ടെ. ശ്യാമ പറയുന്നു, എന്റെ രോഹിത്തിന് അങ്ങനെ മാറാൻ കഴിയില്ല. ഇന്ന് രോഹിത്തിന്റെ കയ്യിൽ എല്ലാവരെയും മനസ്സിലാക്കാൻ കഴിയാവുന്ന ആ പഴയ രോഹിത്തുണ്ട്. നമുക്ക് അച്ഛനെയും അമ്മയും പോയെന്ന് കാണണം. ഞാൻ മൂലമുണ്ടായ കഷ്ടങ്ങൾക്കും മാനനഷ്ടങ്ങൾക്കും ആ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. രോഹിത്ത് അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ ചെന്ന് നിന്നാൽ മതി. എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരത് ക്ഷമിക്കും. കാരണം രോഹിത്തിനെ അവർക്ക് മനസ്സുകൊണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ശ്യാമ പറയുന്നു. ഈ സമയത്ത് സുസ്മിത അവിടേക്ക് വരുന്നുണ്ട്. കൂടെ ഉപേന്ദ്രനും ഉണ്ട്. ചായ കുടിക്കാൻ പറയുന്നു. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കേട്ട് സുസ്മിത അവിടേക്ക് വന്നിട്ട് പറയുന്നു, ഭാര്യയും ഭർത്താവും കൂടി വീണ്ടും ഒരു ഹണിമൂണിന്റെ കാര്യം ചർച്ച ചെയ്യുകയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കാറ്റ് മാറി വീശാൻ തുടങ്ങി. ഈ ദിശ മാറ്റം നമുക്ക് പ്രശ്നമാണല്ലോ എന്ന് ഉപേന്ദ്രൻ. സുസ്മിതയും ഉപേന്ദ്രനും അവിടേക്ക് കയറി ചെന്നു. അയ്യോ, ഞങ്ങൾ വന്നത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടായില്ലല്ലോ അല്ലേ?
രോഹിത് പറയുന്നു, എന്ത് ബുദ്ധിമുട്ട്, ഇത് നിങ്ങൾക്കും കൂടി കയറി വരാൻ അവകാശമുള്ള വീടാണല്ലോ. സുസ്മിത പറയുന്നു, നിങ്ങൾക്കും കൂടിയല്ല, ഇത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട വീടാണ്, ഞങ്ങൾക്ക് മാത്രം സ്വന്തമായ വീട്. ഉപേന്ദ്രൻ പറയുന്നു, മോനെ രോഹിത്തെ, എന്താണ് നിന്റെ ഉദ്ദേശം, എന്താണ് നിന്റെ പ്ലാൻ, അത് എനിക്കറിയണം. ഞാൻ പറഞ്ഞല്ലോ, ഇത്ര പെട്ടെന്നൊന്നും എനിക്ക് ഈ വീട് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല, അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് എനിക്ക് ഈ വീടുമായിട്ടുണ്ട്. സുസ്മിത പറയുന്നു, ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നടാ, നിനക്ക് അറിയാവുന്നതല്ലേ, നിനക്ക് യാതൊരു അവകാശമില്ലാത്ത പ്രോപ്പർട്ടിയാണ് ഇത്. രോഹിത് പറയുന്നു, എനിക്ക് ജീവിക്കണം, എനിക്ക് മറ്റുള്ളവരെ പോലെ നന്നായി ജീവിക്കണം. ജീവിച്ചോ, നീ നന്നായിട്ട് ജീവിച്ചോ, പക്ഷേ അത് എന്റെ പണം കൊണ്ടിട്ടാവരുത്. ഒന്നുകിൽ നീ എനിക്ക് തിരിച്ചെഴുതി തരണം, ഇല്ലെങ്കിൽ എനിക്കെന്റെ പണം കിട്ടണം. രോഹിത് പറയുന്നു, എനിക്ക് ഇവിടെ നിറങ്ങാൻ സാധിക്കില്ല, എനിക്ക് പോകാൻ മറ്റൊരു സ്ഥലമില്ല, എങ്കിൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കും എന്ന് സുസ്മിത പറയുമ്പോൾ രോഹിത് പറയുന്നു, നോക്കാതെ വേറെ വഴിയില്ല അനിയ. വിനാശക്കാരെ വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ, അത് ഇപ്പോൾ ഇവിടെ നീ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. സുസ്മിത പറയുന്നു, അതായത് നിന്റെ അന്തകനായി നീ നിന്നെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, നിന്നെ തന്നെ മാത്രം. തുടർന്ന് ശാലിനിയുടെ അരികിലേക്ക് അനൂപ് എത്തിയിരിക്കുന്നുണ്ട്. തന്റെ സങ്കടങ്ങൾ നൂറുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്നിക്കണം എന്നുള്ള കാര്യങ്ങൾ, അതിന്റെ തടസ്സങ്ങൾ, എല്ലാ കാര്യങ്ങളും ശാലിനിയോട് പറഞ്ഞിരിക്കുകയാണ് അനൂപ്. കേട്ട ശേഷം ശാലിനി പറയുന്നു, ഇതെല്ലാം ശരിക്കും ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് ചേച്ചി, ഞങ്ങൾ ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇത്. നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. വീട്ടിലെ മുതിർന്നവർ, അതായത് അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ചിട്ട് അവരാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. നമ്മുടെ അച്ഛന്റെ കാര്യം ചേച്ചിക്ക് അറിയാലോ, പിന്നെ അമ്മ ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന് അനൂപ് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ പറയുന്ന കാര്യം ഒരിക്കലും നിന്റെ അമ്മ അംഗീകരിക്കില്ല. ചേച്ചി മുന്നിട്ട് നിന്ന് ഈ രജിസ്റ്റർ മാരേജ് നടത്തി തരണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ അറിയാതെ ഞങ്ങൾ ഇത് രഹസ്യമായി വെച്ചോളാം, ഒരു കുഴപ്പമില്ല. വേറൊരാൾക്കും അവളെ വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലാത്തോണ്ടാ ചേച്ചി. ഇങ്ങനൊരു ലോക്ക് ഇപ്പോൾ ചെയ്തു വെച്ചാൽ ഭാവിയിൽ അത് നല്ലതായിരിക്കും എന്ന് അനൂപ് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ശരി, ഇപ്പോൾ നമ്മളത് ചെയ്തു വെച്ചു എന്ന് വിചാരിക്കും. ഭാവിയിൽ നിന്റെ വീട്ടുകാര് നിന്നെ രണ്ടുപേരെയും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? അമ്മ ഇവളെ മരുമകളാക്കി വീട്ടിലേക്ക് വലതുകാൽ വെപ്പിച്ച് കയറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതില്ലെന്ന് അനൂപ്. ശാലിനി പറയുന്നു, പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും, എവിടെ താമസിക്കും? ശരി, ഇനിയിപ്പോ നിങ്ങൾ ഒരു വീടെടുത്ത് താമസിച്ചു എന്നിരിക്കട്ടെ, ഈ നൂർജഹാന്റെ ബന്ധുക്കൾ നിങ്ങളെ അവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കോ? പിന്നെ എന്ത് ചെയ്യും ചേച്ചി, ഒരു വഴി പറഞ്ഞതാ എന്ന് അനൂപ് ചോദിക്കുന്നുണ്ട്. ആദ്യം നീ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വഴി കണ്ടുപിടിക്കും, നമുക്ക് എന്നിട്ട് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇത് കേട്ട് അനൂപ് പറയുന്നു, പക്ഷെ അപ്പോഴേക്കും അവളുടെ വിവാഹം നടത്തും. ഇപ്പോൾ തന്നെ അവിടെ ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ മാമ. ഫ്രോഡായ അവന്റെ ബീബി ആകുന്നതിന് നല്ലത് മരിക്കുന്നതാ നല്ലതെന്ന് അവള് പറഞ്ഞത്. എടാ, നീ വന്നിപ്പോ എന്റെ സമാധാനം കൂടി ഇല്ലാണ്ടാക്കിയല്ലോ എന്ന് ശാലിനി പറയുന്നുണ്ട്. എന്റെ ചേച്ചി, ഇതൊക്കെ കണ്ടാ ഞാൻ ഈ രജിസ്റ്റർ മാരേജിന് ഇത്രയ്ക്ക് ബലം പിടിക്കുന്നത്. ശാലിനി പറയുന്നു, നിന്റെ അമ്മയെ വിളിച്ച് നീ എനിക്കിതാ, അല്ലാതെ ഞാൻ വിളിച്ചാ നിന്റെ അമ്മ എടുക്കില്ല, ഞാൻ സംസാരിക്കാം. അത് ശരിയാവില്ല ചേച്ചി, ഈ വിവരം കാണാൻ അമ്മ അറിഞ്ഞാലേ പിന്നെ എനിക്ക് നാട്ടിലേ നിൽക്കാൻ സാധിക്കില്ല. എന്നെ ഈ തരത്തിലാക്കിയത് ശാരദാമ്മയും ചേച്ചിയും കൂടിയാണെന്ന് പറഞ്ഞ് വെറുതെ ഉള്ള ശത്രുത കൂടത്തേ ഉള്ളൂ. ശാലി പറയുന്നു, എന്നാ പിന്നെ നമുക്ക് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താം. എന്തായാലും നീ ഇന്ന് പോണ്ട, ശാരദാമ്മ ഉണ്ടാക്കിയ ഭക്ഷണവും കഴിച്ച് നീ ഇന്ന് ഇവിടെ കഴിയേ, നാളെ പോവാം, നീ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ശാലിനി അനൂപിനെ അകത്തേക്ക് വിളിക്കുന്നു. എന്നാലും അനൂപ് അവിടെ ആലോചിച്ച് നിൽക്കാണ്. ശേഷം കാണിക്കുന്നത് രാത്രിയിൽ സത്യഭാമയുടെ വീട്ടിൽ. രാഘവനെ കഞ്ഞി കോരിക്കൊടുക്കാൻ തുടങ്ങുമ്പോൾ രാഘവൻ പിണങ്ങിയിരിക്കുന്നുണ്ട്, കഴിക്കുന്നില്ല. എനിക്ക് വിശപ്പില്ല എന്ന് നിർബന്ധിക്കേണ്ടെന്ന് രാഘവൻ നിർബന്ധിക്കുകയാണ് ഭാമ. ഓട്ടോറിക്ഷയിൽ വിഷ്ണു അവിടെ എത്തി. അത് ശരി, അപ്പോഴത്തേക്കും വീണ്ടും രണ്ടുപേരും ഉടക്കായോ എന്ന് വിഷ്ണു ചോദിക്കുന്നു. എടാ, ഇവിടെ വഴക്കില്ല, ഇവിടെ വിശപ്പില്ല, അതുകൊണ്ടല്ലേ പറയുന്നത്. അച്ഛാ, നേരത്തെയും അമ്മ ചായ കൊണ്ടുവന്നപ്പോഴും അച്ഛൻ കഴിച്ചില്ലല്ലോ, ഇപ്പോ കഞ്ഞി കൊണ്ടുവന്നപ്പോഴും അച്ഛൻ കഴിക്കുന്നില്ല. എന്താ അച്ഛാ ഇത്, അമ്മയ്ക്ക് വിഷമാവില്ലേ എന്ന് വിഷ്ണു അങ്ങനെ നിർബന്ധിക്കുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ രാഘവൻ സത്യഭാമ തരുന്ന ഭക്ഷണം കഴിക്കുന്നു. അമ്മ ഇനി ഈ പലഹാര സാധനങ്ങൾ വീടാന്തരം വിൽക്കാനൊന്നും പോണ്ട, അച്ഛന്റെ കാര്യം നോക്കി വീട്ടിൽ നിന്നാ മതി എന്ന് വിഷ്ണു പറയുമ്പോൾ സത്യഭാമ പറയുന്നു, അപ്പോ നമ്മൾ ഈ കടക്കാർക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് അപ്പോ എല്ലാവരെയും ഉപേക്ഷിച്ച് നമ്മൾ അവർക്ക് കൊടുത്ത വാക്കിന്റെ ബലം കൊണ്ട് നമ്മളെയും കാത്തിരിക്കുകയാണ് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കണ്ടേ എന്ന് ഭാമ. അതിപ്പോ പൊന്നിച്ചേട്ടെ, ഞാനും സഹായിക്കാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്നെ ഭാമ ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മയെ, ഞാനിപ്പോൾ ഓട്ടോ ഓടിക്കുന്നില്ലേ, നമ്മുടെ 3 പേരുടെയും കാര്യമല്ലേ, എൻ്റെ ഒരു ദിവസത്തെ വരുമാനം ധാരാളം മതിയെന്ന് വിഷ്ണു. അതുകൊണ്ട് എല്ലാ പ്രശ്നവും മാറൂ എന്ന് ഭാമ ചോദിക്കുന്നു. എൻ്റെ പൊന്നമ്മേ, ഞാൻ ഒന്ന് നേരെ നിൽക്കട്ടെ, ഞാൻ നീന്തി നേരെ നിൽക്കുന്നതല്ലേ ഉള്ളൂ,
എനിക്ക് കുറച്ച് സമയം താ, നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചു പിടിക്കാം. പറഞ്ഞത് കളിവാക്കല്ല അച്ഛാ. നമ്മളെ ചതിച്ചവരെ കൊണ്ട് തന്നെ നമുക്ക് വീട് തിരിച്ചു പിടിക്കണം. അതിനിപ്പോ ചതിയെങ്കിൽ ചതി. ഒരൊറ്റ ഒരെണ്ണത്തിനെ വെറുതെ വിടില്ല. മനസ്സിലുണ്ട് കനലെരിയുന്നുണ്ട്. ഓരോരുത്തരുടെയും മുഖം പച്ച കുത്തിയതുപോലെ കിടക്കുന്നുണ്ട്. നമ്മളെല്ലാം തിരിച്ചു പിടിക്കും. നമ്മുടെ പഴയ വീടിന്റെ ഉമ്മറപ്പടിയിൽ ചാരിക്കസേരയിൽ ഒരു രാജാവിനെ പോലെ ഞാൻ അച്ഛനെ ഇരുത്തും. അമ്മേ, ഇനി ഇവിടെ വഴക്കും ബഹളം ഒന്നും ഉണ്ടാക്കണ്ട. അച്ഛന് സമാധാനത്തോടെ ഒരു നിമിഷം വേണം, എങ്കിലും അച്ഛന്റെ അസുഖം ഭേദമാവൂ എന്ന് വിഷ്ണു പറയുമ്പോൾ ഭാമ പറയുന്നു, നീ പറഞ്ഞത് ഞാൻ കേട്ടു. നീ പറയുന്നത് പോലെ ഞാൻ സമ്മതിക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം നീ കേൾക്കണം. ശാലിനിയുമായിട്ടുള്ള എല്ലാ ബന്ധവും നീ അവസാനിപ്പിക്കണം. പറ്റുമോ നിനക്കെന്ന് ചോദിക്കുന്നു. പറ്റുമെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങൾ എനിക്കും പറ്റും. പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഉടന്ന് മാറിപ്പോകുന്നു. രാഘവനും അത് ഇഷ്ടമാകുന്നില്ല. ഭാമേ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിനക്ക് എങ്ങനെയാണ് ഇത്ര ക്രൂരമായി ചിന്തിക്കാൻ കഴിയുന്നത്? ഇത് കേട്ട് സത്യഭാമ പറയുന്നു, അതിനുള്ള ഉത്തരവും രാഘവേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. എന്നെ രാഘവേട്ടനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഭാമ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. സത്യഭാമ പറഞ്ഞത് വിഷ്ണു ഓർക്കുകയാണ്. ശേഷം കാണിക്കുന്നത് പപ്പിയും സത്യയും ഉമ്മറത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു കാറ് വന്നിരിക്കുന്നുണ്ട്. കുട്ടികൾ അവരെ ശ്രദ്ധിക്കുന്നു. അതിൽ നിന്നും 2-3 ഗുണ്ടകൾ ഇറങ്ങിയിരിക്കുന്നു. ആരാ ഇതെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ വലതുവശത്തിരിക്കുന്ന കുട്ടിയാണ് അവർക്ക് വേണ്ടത്. ഞാൻ പോയി ശാരദാമ്മയെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് സത്യ അകത്തേക്ക് പോയ സമയത്താണ് പപ്പിയെ അവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇപ്പോൾ പപ്പിയെ വണ്ടിയിൽ കയറ്റി അവർ പോയിരിക്കുന്നു. എന്നാൽ ഇത് ശ്യാമയുടെ സ്വപ്നമായിരുന്നു. മോളെ എന്ന് പറഞ്ഞ് ഞെട്ടി ഉണരുകയാണ് ശ്യാമ. ഉണരുമ്പോൾ രോഹിത്തിനെ അരികിൽ കാണുന്നില്ല. രോഹിത്തിനെ അവിടേക്ക് തിരിഞ്ഞു പോവുകയാണ് ശ്യാമ വന്ന് നോക്കുമ്പോൾ കുറച്ച് പേപ്പർ ഇങ്ങനെ നോക്കുന്നതായിരുന്നു കാണുന്നത്. രോഹിത് എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ ഇവിടേക്ക് വന്നപ്പോൾ കുറച്ച് പേപ്പർ ഇവിടെ ചിതറിക്കിടക്കുന്നത് കണ്ടു, അത് എടുത്തു വെച്ചതാണെന്ന് രോഹിത് കള്ളം പറയുന്നുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ പേപ്പർ കണ്ടില്ലായിരുന്നല്ലോ, കണ്ടെങ്കിൽ ഞാൻ എടുത്ത് വെക്കുമായിരുന്നല്ലോ എന്ന് ശ്യാമ. ആരെ ചിലപ്പോൾ നീ കിടന്നു കഴിഞ്ഞ് വീണതായിരിക്കും. ശ്യാമ പോയി കിടന്നോ, ഞാൻ വന്നോളാം എന്ന് രോഹിത്. എന്നിട്ട് ശ്യാമയെ കാണിക്കാൻ വേണ്ടി രോഹിത് വീണ്ടും വെള്ളം കുടിക്കുന്നു. ശ്യാമ അവിടെ നിന്ന് പോയി. പെട്ടെന്ന് ആ ഫയൽ എടുത്ത് അലമാരിയുടെ അടിയിലേക്ക് ഒളിപ്പിച്ചു വെക്കുകയാണ് രോഹിത്. മുറിയിലേക്ക് ചെന്ന ശ്യാമ അതിനെപ്പറ്റി ഓർക്കുന്നു. രോഹിത് എന്തോ ഒളിക്കുന്നത് പോലെ തോന്നുന്നു. എന്തായിരിക്കും അത്? വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.